പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മുടെ വേടനെ ചുറ്റി അനാവശ്യമായിട്ട് ചില ആളുകൾ കുപ്രചരണങ്ങൾ നടത്തുന്നുണ്ട്. കുപ്രചരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങേയറ്റം മോശം കാര്യങ്ങൾ പറഞ്ഞു പരത്തുന്നു. അതിലൊന്നിതാണ് അപവാദ പ്രചരണത്തിൽ പരാതി നൽകിയിരിക്കുന്നു റാപ്പർ വേടൻ. പ്രോഗ്രാമുകൾ കൂടുതൽ ലഭിക്കാൻ സാധ്യതയുള്ള സമയത്ത് ചിലർ വേടനെതിരെ ഗൂഢാലോചന നടത്തി അപവാദ പ്രചരണം നടത്തുന്നുവെന്നാണ് പരാതി. സംസ്ഥാന പോലീസ് മേധാവിക്കും ആലുവ റൂറൽ സൈബർ പോലീസിനും പരാതി നൽകിയിട്ടുണ്ട്. എന്താണ് വേടനെതിരെ നടത്തുന്ന കുപ്രചരണം എന്നല്ലേ നമുക്കിന്ന് ശരണിനോട് ചോദിക്കാം. ശരണിനുണ്ട് തത്സമയം. ശരൺ, എന്താണ് ഈ വേടൻ പറയുന്നത്? വേടനെതിരെ കുപ്രചരണം നടക്കുന്നുവെന്ന് കേട്ടു. അതും ഇപ്പോൾ ഉത്സവ സീസണാണ്. വിദേശത്താണെങ്കിലും നാട്ടിലാണെങ്കിലും ഒരുപാട് പ്രോഗ്രാമുകളൊക്കെ കിട്ടാൻ സാധ്യതയുള്ള സമയമാണ്. ആ സമയത്ത് വേടന് എതിരായിട്ട് ചില നീക്കം നടക്കുന്നുണ്ടോ? എന്താണ് ഇത്തരത്തിലുള്ള ദുഷ്ടബുദ്ധികൾ പറഞ്ഞു നടത്തുന്ന ആ കുപ്രചരണം? അരുൺകുമാർ, അത്തരത്തിലുള്ള നീക്കങ്ങൾ നടക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ റാപ്പർ വേടന്റെ പരാതി. എന്തായാലും നേരത്തെ നമുക്കറിയാം, പല വിഷയങ്ങളിലും പരസ്യമായി പ്രതികരിച്ചതിന്റെ പേരിൽ വലിയ സൈബർ ആക്രമണം നേരിട്ടിട്ടുള്ള വ്യക്തിയാണ് റാപ്പർ വേടൻ. റാപ്പർ വേടൻ ഇപ്പോൾ മറ്റൊരു പരാതിയുമായിട്ട് രംഗത്തെത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അദ്ദേഹം പ്രധാനമായി പറയുന്നത് തനിക്കെതിരെ സമൂഹ മാധ്യമങ്ങളിൽ അപവാദ പ്രചാരണം നടക്കുന്നു എന്നുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സൗദിയിൽ പന്നിയിറച്ചി വിൽപ്പന നടത്തുന്ന ഹോട്ടൽ തുടങ്ങുകയാണ് തന്റെ ലക്ഷ്യമെന്ന രീതിയിൽ ചില സമൂഹ മാധ്യമങ്ങൾ പോസ്റ്റുകൾ വരുന്നു. ഇതോടൊപ്പം തന്നെ പ്രോഗ്രാമുകൾ, അതായത് ഇപ്പോൾ ഓണക്കാലമാണ്, അങ്ങനെയുള്ള ഉത്സവ സീസണുകളിലൊക്കെ തനിക്ക് കൂടുതൽ പ്രോഗ്രാമുകൾ ലഭിക്കുന്ന സമയമാണ്. ആ പ്രോഗ്രാമുകൾ ലഭിക്കുന്ന സമയം നോക്കി ഇത്തരത്തിലുള്ള അപവാദ പ്രചരണം, ഗൂഢാലോചന നടത്തിയാണ് അപവാദ പ്രചരണം നടത്തുന്നത് എന്നുള്ളൊരു പരാതി കൂടിയാണ് വേടൻ ഉന്നയിക്കുന്നത്. ഈ പരാതി ഇപ്പോൾ DGPക്കും ഒപ്പം ആലുവ റൂറൽ സൈബർ പോലീസിനുമാണ് കൈമാറിയിരിക്കുന്നത്. ഈ പരാതിയിൽ ഇന്ന് തന്നെ കേസ് എടുക്കാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ സമൂഹ മാധ്യമ പോസ്റ്റുകൾ, അതായത് ആരൊക്കെയാണ് ഇത് ഇട്ടതെന്നുള്ളത് കൃത്യമായി തന്നെ പറയുന്നുണ്ട്. വിപിൻ വിജയൻ, അശോക് അടക്കമുള്ളവരുടെ ഐഡികളിൽ നിന്നാണ് ഇത്തരത്തിലുള്ള പ്രചാരണം നടന്നിരിക്കുന്നത്. അപ്പോൾ ആ ID അടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഈ പരാതിക്കൊപ്പം വേടൻ കൈമാറിയിരിക്കുന്നത്. ഈ ഫേസ്ബുക്ക് ഐഡികൾ നീക്കം ചെയ്ത്, അതായത് ഈ ഫേസ്ബുക്ക് പോസ്റ്റുകൾ നീക്കം ചെയ്യണമെന്നുള്ളൊരു ആവശ്യം കൂടി വേടൻ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. ഇതാണ് മോശമാണ് അല്ലേ? നമ്മൾ സിനിമയിൽ എന്തോ പറയുന്നത് പോലെ ഇങ്ങനെ ഇരുന്ന് കുശുകുശിക്കുന്നവരും കുപ്രചരണം നടത്തുന്നവരും ഒക്കെ നിയമ നടപടി നേരിടേണ്ടി വരും എന്ന് വേടന് വേണ്ടി അറിയിക്കുന്നു. അപ്പോൾ വേടൻ ഒരുപാട് പരിപാടിയൊക്കെ കിട്ടുന്ന സമയത്തെ നിങ്ങളുടെ മനസ്സിൽ മറ്റെന്തെങ്കിലും ആണ് ഇരിപ്പുള്ളതെങ്കിൽ വേടനെ ഇങ്ങനെയല്ല നിങ്ങൾ നേരിടേണ്ടത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. വേടനെതിരെ കുപ്രചരണം, വേടൻ എവിടെ പറഞ്ഞു ഈ പറയുന്ന പന്നിയിറച്ചി വയ്ക്കുന്ന ഹോട്ടൽ ഉദ്ഘാടനം ചെയ്യാൻ പോകാൻ? അങ്ങനൊന്നും വേടൻ പറഞ്ഞിട്ടില്ല. വേടനെതിരെ ഇപ്രകാരത്തിൽ കുശുകുശിക്കുന്നവരും കുപ്രചരണം നടത്തുന്നവരുമായിട്ടുള്ള ദുഷ്ടബുദ്ധികളുടെ ശ്രദ്ധയ്ക്ക് കായികമായും മാനസികമായും ഒന്നും നമ്മൾ നേരിടുന്നില്ലെങ്കിലും നിയമപരമായി നേരിടാൻ തീരുമാനിച്ചു.